ഇപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം പിടികിട്ടും. മറ്റൊന്നല്ല, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം നേരിട്ടിറങ്ങിയപ്പോൾ കിടക്കുന്നതാണ് ഈ ഫ്ലെക്സുകളെല്ലാം തന്നെ. കഴിഞ്ഞ കുറേ കാലമായി, ഒരുപക്ഷെ വർഷങ്ങളായി പഴക്കമുള്ള നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും പാർട്ടി പരിപാടികളാണെങ്കിലും അല്ലാതെ നടക്കുന്ന യോഗങ്ങളാണെങ്കിലും അല്ലാതെ നടക്കുന്ന സമ്മേളനങ്ങളാണെങ്കിലും അവിടെയെല്ലാം തന്നെ ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ പല രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും നേതാക്കളുടെ എല്ലാം തന്നെ ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഈ കാണുന്ന, എൻ്റെ ഈ പുറകുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം തന്നെ ഇവിടെ ഒഴിപ്പിച്ചിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ജനങ്ങൾക്കൊരു ശല്യമാകുന്നു, ഒരു പൊതുശല്യമാകുന്നു എന്നുള്ള കംപ്ലൈൻറ്റുകൾ നിരവധി തവണ കോടതിക്ക് മുൻപിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ അടക്കം ഈ കാര്യത്തിൽ പലതവണ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തുള്ള പല കേന്ദ്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വളരെ വേഗത്തിൽ, അതും എത്രയും വേഗം തന്നെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് നമ്മുടെ കോർപ്പറേഷൻ ജീവനക്കാർ. കാരണം ഇത്തരത്തിൽ ഒഴിപ്പിച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് നല്ല പണി കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടിയിട്ടാണ് എല്ലാവരും, പ്രവർത്തകരെല്ലാം തന്നെ ഒരുമിച്ചിറങ്ങി ഇപ്പോൾ ഒറ്റയടിക്ക് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ മാറ്റുന്ന തിരക്കിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ പുറകിൽ നോക്കിക്കാണാം. ഇതിലിപ്പോൾ ഒരു പാർട്ടിയൊന്നുമില്ല. അതിപ്പോൾ CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, അത് ഏതും ആവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ആരും ആവട്ടെ, എല്ലാവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ, ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമായി നിൽക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി തന്നെ നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് ഉത്തരവ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം കൊണ്ടുവന്ന്, വാഹനത്തിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളുകയാണ്. അതാണിപ്പോൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണുന്നത്. ഏതായാലും ഇത് ഇനി എങ്ങനെ സംസ്കരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇതൊന്നും തന്നെ ഇനി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് ഇനി ഇത് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം അടക്കം ഈ റോഡ് തടസ്സപ്പെടുത്തി പല സമ്മേളനങ്ങളും നടക്കുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പല പ്രവൃത്തികളും നടക്കുന്നതെല്ലാം തന്നെ കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ വേഗത്തിൽ തന്നെ മാറ്റണമെന്നുള്ള അറിയിപ്പൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ രണ്ട് രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അതൊക്കെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രമുഖ നേതാക്കളും വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കിന്, അല്ലെങ്കിൽ കോടതിയുടെ വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ പുറകിലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും, ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ. ഈ പല ഭാഗത്തും നമുക്കറിയാം, ഈ സെക്രട്ടറിയേറ്റിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ പല പാർട്ടി പരിപാടികൾ നടക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ, കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഇതെല്ലാം തന്നെ സ്ഥാപിക്കുന്നത്. അതാണിപ്പോൾ ഈ പറയുന്ന റവന്യൂ ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റുള്ള കോർപ്പറേഷൻ വിഭാഗക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയടിക്ക് ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും നമുക്ക് ചുമ്മാ ഒന്നിപ്പോൾ ഒരു നഗരപ്രദക്ഷിണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പലയിടങ്ങളിലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിലാണെങ്കിൽ കൂടി സെക്രട്ടറിയേറ്റിൻ്റെ മുൻഭാഗത്ത് നിന്നൊക്കെ ഒരുവിധം ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇത്തരത്തിൽ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും അവിടെ നിന്നും പല മേഖലകളിൽ നിന്നും ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ വന്നുകൊണ്ട് ഇവിടെയാണ് തള്ളുന്നത്. ഇവിടെ മാത്രമല്ല, ആറ്റുകാലിലെ പല ഒരു സ്വകാര്യ ഭൂമിയിലടക്കം ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നിറച്ചിരികളോടുകൂടി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നമുക്ക് ഈ പുറകിലായിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പണിയെടുക്കുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളുന്നവർ പറയുന്നത്, ഇവർക്ക് മുകളിൽ നിന്ന് പറയുന്ന പണി ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, അല്ലാതെ അതിലിപ്പോൾ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവർ അത് ഇതിനോട് പ്രതികരിക്കുന്നത്. അവർ ഇത്തരത്തിലാണ്. എൻ്റെ ഒരു വലതുഭാഗത്തായിട്ടാണ് പുത്തരിക്കണ്ടം മൈതാനമുള്ളത്. ഇവിടെ ഇടതുവശത്തായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഏകദേശം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ കുട്ടികളായിട്ട് വരുന്ന മാതാപിതാക്കളും അല്ലാതെയും മറ്റും വിനോദത്തിനായിട്ട് ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇതൊരു വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ ഇവിടുന്ന് സംസ്കരിക്കാനുള്ള മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി വേറെ എവിടേക്കെങ്കിലും മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും കോർപ്പറേഷൻ ഒരു തീരുമാനമായിട്ടില്ല. എന്നിരുന്നാലും പാർക്കൊക്കെ തൊട്ടടുത്തായതിനാലും കുട്ടികളും മുതിർന്നവരൊക്കെ വരുന്നൊരു ഭാഗമായതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ, പിന്നെ നമുക്കറിയാം പുത്തരിക്കണ്ടം മൈതാനത്തിൽ എപ്പോഴും പരിപാടികൾ നടക്കുന്നതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടികളും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.